പക്ഷേ കേരളത്തിൽ 1 മുതൽ 10 വരെയുള്ള 597 ടൈറ്റിൽ പുസ്തകങ്ങളും ഈ വർഷം പുറത്തിറക്കാൻ പോകുന്ന പരിഷ്കരിച്ച 11ാം ക്ലാസ്സിലെ 39 ടൈറ്റിൽ പാഠപുസ്തകങ്ങളും കേരളം രൂപീകരിച്ച കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ ഭാഗമായി ആണ് നിർമ്മിക്കുന്നത്. ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷങ്ങളിലെ കുറച്ച് പാഠപുസ്തകങ്ങൾ NCERTയുടെ പാഠപുസ്തകങ്ങൾ നമ്മൾ കാലാകാലങ്ങളായി ഉപയോഗിച്ച് വരുന്നുണ്ടായിരുന്നു. ഈ പുസ്തകങ്ങളിൽ ചരിത്രം, രാഷ്ട്രമീമാംസ, സാമൂഹ്യശാസ്ത്രം എന്നീ 3 പുസ്തകങ്ങളിലാണ് വലിയ രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്രം വെട്ടിമാറ്റൽ അല്ലെങ്കിൽ ഒഴിവാക്കൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 പുസ്തകങ്ങൾ കൂടി കേരളം സ്വന്തം നിലയിൽ പ്രസിദ്ധീകരിക്കുവാനുള്ള തയ്യാറെടുപ്പാണ് നടത്തി വരുന്നത്. ഹയർ സെക്കൻഡറി 1ാം വർഷം പാഠപുസ്തകങ്ങളിൽ ജനുവരി അവസാനം പ്രകാശനം ചെയ്യും. അത് സംഭവങ്ങൾ അപൂർവമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. മുപ്പത്തി ടൈറ്റിലുകളിലായി ഏകദേശം 4 ലക്ഷത്തോളം പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയത്തെ കേരളം അക്കാദമികമായി തന്നെ ചെറുക്കുന്നതിൻ്റെ ഉദാഹരണമാണിത്. ഇതിനുള്ള അധിക ധനബാധ്യത സംസ്ഥാനം കണക്കിലെടുക്കുന്നില്ല. മതനിരപേക്ഷ ശാസ്ത്രബോധമുള്ള ജനാധിപത്യ ഉള്ളടക്കമുള്ള ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന പാഠഭാഗങ്ങൾ കേരളം നിലനിർത്തുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഞാനിടയ്ക്ക് ചില കാര്യങ്ങൾ പ്രസ്താവിച്ചിരുന്നു. ഒന്ന്, ഈ ബാക്ക് ബെഞ്ച് ഒഴിവാക്കുന്ന ക്ലാസ് മുറികൾ സജ്ജമാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രഖ്യാപനം ഞാൻ നടത്തിയിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത കരിക്കുലം കമ്മിറ്റിയിൽ അതിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കും. കുട്ടികളുടെ ബാഗിൻ്റെ അമിതഭാരം ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രസ്താവിക്കുകയുണ്ടായി. അതിൻ്റെ റിപ്പോർട്ട് ആയിക്കഴിഞ്ഞു. അതും അടുത്ത കരിക്കുലം കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അവധിക്കാലം, ഈ വലിയ അവധി എന്ന് പറയുന്നത് നമ്മുടെ 2 മാസം, അതെ, ആ അവധിക്കാലം അത് ചില മാറ്റങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം, മഴക്കാലവുമായിട്ട് ബന്ധപ്പെടുത്തി മാറ്റങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ പഠനം പൂർത്തീകരിച്ചു. അത് ജനുവരി മാസം 3ാം വാരം അതിൻ്റെ കരട് ജനങ്ങളുടെ അഭിപ്രായം തേടുന്നതിന് വേണ്ടി പ്രസിദ്ധീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ അവധിക്കാലം ഈ കുട്ടികൾക്ക് ഇപ്പം നമുക്ക് ഈ ക്രിസ്മസ് പരീക്ഷ എന്നല്ലേ പറയുന്നത്, നമ്മൾ പണ്ട് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് 12 ദിവസത്തെ അവധിയാണ് കുട്ടികൾ കൊടുത്തിരിക്കുന്നത്. 2 ദിവസം കൂടുതൽ കൊടുത്തിരിക്കുകയാണ്. ഈ ചില സ്കൂളുകളിൽ ഈ സമയത്ത് ക്ലാസ് പാടില്ല എന്ന് പറഞ്ഞാൽ HMമാർക്ക് ചിലവർക്ക് അത് മനസ്സിലാവുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. കുട്ടികൾ എവിടെ നിന്നൊക്കെ ഫോൺ നമ്പർ തപ്പിയെടുത്തിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്കൂൾ ക്ലാസ് കിടക്കുകയാണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് ഒന്നുകൂടെ ഞാൻ HMമാർക്കും DOമാർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അറിവിലെത്തിക്കൊണ്ട് പറയുന്നു. അവധിക്കാലം പൂർണ്ണമായി തന്നെ കുട്ടികളെ കളിക്കുവാനും അവരുടെ നോൺ അക്കാഡമിക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമയമാക്കി മാത്രം മാറ്റണമെന്ന് ഞാൻ പറയുകയാണ്. ഇനി അങ്ങനെ ഒരു പരാതി ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ടൈം ടേബിളിൽ നമ്മൾ സൂംബ തുടങ്ങിക്കഴിഞ്ഞു എല്ലാ സ്കൂളുകളിലും. പരിപൂർണമായി എല്ലായിടത്തും നടക്കണമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നടത്തിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വിജയകരമായിരുന്നു. ഈ സ്പോർട്സ്, അതുപോലെ തന്നെ കളരി, ഗെയിംസ്, ഇതെല്ലാം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആർട്സ് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 1 അവർ ഇതിനു വേണ്ടി നീക്കി വച്ചിട്ടുണ്ട്, അല്ലേ? 1 അവർ നീക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ പ്രാവശ്യം പൂർണ്ണമായി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കഴിയില്ല. അടുത്ത വർഷം പൂർണ്ണമായി തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ SMC, ഈ 2 സംഘടനകളാണ് ഉള്ളത്. SMC കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള സംഘടനയാണ്.
PTA ഉണ്ട്. ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് PTA പിന്നെ ബൈല തന്നെ ഓരോരുത്തർ അവരുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു, ഇത് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബൈല അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് പൊതുജനാഭിപ്രായം തേടുന്നതാണ്. കാര്യം വെച്ചാൽ രക്ഷകർത്താവ് ഒരു കുട്ടിയുടെ രക്ഷകർത്താവ് കുട്ടി ആ സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്രമേ രക്ഷകർത്താവ് PTA മെമ്പർ ആകുള്ളൂ. ഇപ്രാവശ്യം ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ കുട്ടി അവിടെ നിന്ന് 10ാം ക്ലാസ് ജയിച്ച് പോയി 10 വർഷക്കാലം കഴിഞ്ഞാലും PTA പ്രസിഡന്റ് സ്ഥാനം മാറാൻ വേണ്ടി അവർ തയ്യാറില്ല. മാത്രമല്ല ഒരു PTAക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, എന്തൊക്കെ അധികാരങ്ങളില്ല എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് PTAയുടെ ബൈല, അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന വളരെ പ്രധാനമാണ്. നമുക്കെല്ലാവർക്കും നമ്മൾ പഠിച്ച കോളേജിനേക്കാൾ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ സ്കൂളിനോടാണ്. അപ്പം പല ആ സ്കൂളുകളിൽ പഠിച്ച ഒരു വലിയ ഉന്നത ഉദ്യോഗസ്ഥങ്ങളിലൊക്കെ ഇരിക്കുന്നവർ ആ സ്കൂളിനെ സഹായിക്കാൻ വേണ്ടി തയ്യാറാണ്. പക്ഷേ അതിനൊരു ഏകീകൃതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമില്ല. അപ്പോൾ ആ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും ബൈല ജൂൺ 2ാം വാരം അതിൻ്റെയും കരട് പ്രസിദ്ധീകരിക്കുന്നതാണ്. ജനുവരി മാസം 2ാം വാരം പ്രസിദ്ധീകരിക്കുന്നതാണ്.